എടാവേ കോഴി തികയില്ല. ഞാൻ പോയി ഒരു 3-4 കൂടെ കൊണ്ടുവന്നാലോ? ഇപ്പോഴോ? വേണ്ട ചെയ്ത് തികയും. എടാ ദൂരയാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നല്ലേ ജോണി. ഇച്ചിരി ഇവിടെ കോഴി ഇറച്ചിങ് ഇടന്ന് പറഞ്ഞാ ഇല്ലെങ്കിൽ പിന്നെ നാണക്കേടാ. വന്നേ. എന്നെയാന്നോ? അല്ല, ജോണിച്ചാൻ വിളിക്കുന്നു. എന്നതോ പറയാനുണ്ടെന്ന്. രഹസ്യം വന്നോടി. അങ്ങനെയൊന്നുമില്ല. ഉണ്ടല്ലോടാ. അപ്പച്ചനോട് പറഞ്ഞ് ജോണിച്ചാൻ വാങ്ങിച്ചോണ്ട് വന്നതാ. എന്നാത്തിനാ? എത്ര നാളെങ്ങനെ വാടി വെട്ടി കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു വീടൊക്കെ വെക്കണ്ടായോ? അതുള്ളതാ. ഇതിപ്പോ 50,000 ഉണ്ട്. ഇതിന് പാതി കാശ് ജോണിച്ചാൻ്റെയാ. ആന്നോ? ജോണിക്കുട്ടിയുടെ ബേക്കറി ഇപ്പൊ നല്ല ലാഭത്തിലാന്നല്ലോടാ. അങ്ങനെയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇവരിവിടെ കാശില്ലാതെ കിടന്ന് പെടാപ്പാട് പെടുകയായിരുന്നു. നല്ല സമയത്താണ് നീ കാശുമായിട്ട് വന്നത്. നാളെ കാലത്ത് തന്നെ ഇച്ചാനും മടങ്ങി പോണോന്ന്. അതെന്നാ ഇടപാടടവുകയെ. 3-4 ദിവസം കഴിഞ്ഞാൽ ഇവിടെ അമ്പലത്തിലെ ഉത്സവ, ചന്ദ്രോത്സവം. അത് കഴിഞ്ഞിട്ട് നീ പോയാ മതി. അയ്യോ, ബേക്കറിയിൽ പണിക്കാർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാ. ആന്നോ? എന്നാ നിൽക്കണ്ട. ഇപ്പോഴത്തെ പണിക്കാരല്ലയോ, കട്ട് മുടിക്കും. നമ്മുടെ കോഴി എന്തായി? നീ നല്ല ആളാ. എടാ കാശെടുത്ത്. കുഞ്ഞുകുട്ടി ചായോ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കൂട്ടുകാരൻ പണി പറ്റിച്ചു, 2 പേരും കാണാനില്ല. ആരെ? ചാണ്ടിയും മൈക്കിളിന്റെ ഭാര്യ മേരിയും ഉത്സവ സ്ഥലത്ത് മുങ്ങി. ഇതെന്നതാ ചേട്ടത്തി കേക്കുന്നേ? എനിക്കൊന്നും അറിഞ്ഞൂടെ എന്റെ കുഞ്ഞുട്ടി. ഉത്സവം കഴിഞ്ഞ് സോനുവിനെയും കൂട്ടി പോരാൻ നേരത്ത് ഞങ്ങൾ മേരിയെ തിരക്കിയതാ, കണ്ടില്ല. അവള് നേരത്തെ മൈക്കിളിന്റെ ഉടഞ്ഞ് പോന്നുകാണെന്ന് വിചാരിച്ചു. നേരം വെളുത്തപ്പോ അമ്മച്ചിയെ കണ്ടില്ലെന്ന് പറഞ്ഞ് സോനു ഒരേ കരച്ചില്. പിന്നെ അന്വേഷിച്ചപ്പോഴല്ലേ അറിഞ്ഞത് ആ ചാണ്ടിയും കാണാനില്ലെന്ന്. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. நான் உண்மையை சொல்ல போது யாரும் நம்பல. ஆணிக்கிட்ட கேளு. நான் அன்னைக்கே சொல்லலையாமா? മൈക്കിൾ അവിടെ? ഇങ്ങനെ ഒരു സംഭവം നടന്ന അവരെങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കുന്നത്? ഞങ്ങൾ വാതിലിൽ കുറെ തട്ടി നോക്കിയാ. ഇല്ല, ചാണ്ടി ഒരിക്കലും ഇങ്ങനൊരു ചെറ്റത്തരം കാണിക്കില്ല. அப்ப நீ தானா மேரியா கடத்திக்கொண்டு போனது? என் மேல சாடி கேட்டு என்ன பிரயோஜனம்? குஞ்சுக்குட்டி, உனக்கு ஒரு விஷயம் தெரியுமா? இந்த ஏற்பாடு ஸ்டார்ட் பண்ணிட்டு ரொம்ப நாளாச்சு. நான் என் கண்ணாலே பார்த்தேன், மருது அவன் கண்ணாலே பார்த்தேன். அப்படி எத்தனை பேர் பார்த்தாச்சு? எனக்கு சந்தேகமே கிடையாது. மேரியை கடத்தி கொண்டு போனது அந்த சாண்டிதா. அது உண்மை உண்மை உண்மை. അനി, അവിടെ നിൽക്ക്. അനി, അവിടെ നിൽക്കാൻ. ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതിനുവേണ്ടിയാ നിന്നത്രയ്ക്ക് ഞാൻ പള്ളി വന്നു. അതിന് തന്നെ ഇപ്പൊ ഇവിടെയും വന്നു. ചാണ്ടി ചതിയനാ, തെമ്മാടിയാ, നെറികെട്ടവനാ. പക്ഷേ നിന്നോട് ഞാൻ എന്ത് നെറികേടാ കാണിച്ചത്? കുഞ്ഞുകുട്ടി ചായം പറഞ്ഞു നിന്നെ ഞാൻ ചതിച്ചു എന്ന്. അതെപ്പോഴാ, എങ്ങനാ, എവിടെ വെച്ചാ? എന്നെ ആരെങ്കിലും ചതിച്ചെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഉപദ്രവിക്കാതെ ഇവിടെ നിന്ന് പോയേച്ചാ മതി. അനി, ഒരുപാടടുത്ത് തിരക്കി, ഒന്ന് നേരിൽ കാണാൻ. മൈക്കിളിന്റെ ചവടക്കിന് വന്നു പോയി നിറഞ്ഞപ്പോ വലിയ നിരാശയായിരുന്നു. കാണാനൊത്തില്ലല്ലോ എന്നോർത്ത്. എവിടാ അവള്? കെട്ടുവിനെയും മോനെയും കളഞ്ഞേച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്ന ആ നാണം കെട്ട കൂത്തിച്ച് എവിടെയാ ചോദിച്ചത്? ജോണി, നീ നല്ലവനാ. നീ നിന്റെ പെങ്ങളെ സ്നേഹിച്ചവനാ, അവളുടെ കുടുംബത്തെ സ്നേഹിച്ചവനാ. എന്നെ നീ തല്ലിക്കുന്ന നീ ചുമ്മാ ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെ ഒരു വിധി നിനക്ക് ഉണ്ടാകരുത്. എനിക്ക് ജയിലിൽ പോകുന്നതാ ഇഷ്ടം. വേണ്ടെന്നാ പറഞ്ഞ.
ചാണ്ടി അരുത്. നീ എന്നെ തല്ലിയതിൽ ഒരു തെറ്റുമില്ല. എന്റെ കുഞ്ഞെറുക്കന്റെ മകൻ സോനു എന്നെ തല്ലില്ലേടാ. പക്ഷേ അവൻ തല്ലിയപ്പോ എന്റെ നെഞ്ചാ നേറിയത്. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നിന്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ ചെയ്യും. ആരും എന്നെ വിശ്വസിക്കല. എന്തെങ്കിലും വിശ്വസിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുമില്ല. പക്ഷേ സത്യം മോൻ അറിയണം. മഞ്ഞൾ മണം പൂതി വരും. എന്റെ കോരസാർ മരിച്ചുപോയടി. ഇന്ന് കാലത്ത് നാട്ടിൽ നിന്ന് ഇപ്പോഴാ ഒരാൾ വന്ന് വിവരം പറയുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല മേരി. ഞാൻ ഉടനെ പോവുക. കുഞ്ഞെറുക്കനെ ഉടനെ. നീ എല്ലാം അവനോട് പറഞ്ഞാച്ചാ മതി. വെളുക്കും മുമ്പ് എനിക്ക് അങ്ങ് എത്തണം. ഞാൻ പോവുക. കോരസാർ മരിച്ചതിന്റെ സങ്കടവും വിഷമവും ചില്ലറയൊന്നും അല്ലായിരുന്നു. ശവമടക്ക് കഴിഞ്ഞ ആളുകളൊക്കെ പോയി. ഞാൻ പാർട്ടി ഓഫീസിൽ തളർന്നു കിടന്നുറങ്ങുമായിരുന്നു. കുഞ്ഞേർക്കണം. നീ എന്നടാ ഈ നേരത്ത്? എടാ എന്നാടാ? എടാ എന്നാ പറ്റിയെന്ന്? എടാ എന്നതാന്നാ ചോദിച്ചേ? നീ രാത്രി ഇങ്ങോട്ട് വന്നേ? മോനും വല്ല അസുഖം ഉണ്ടായോ? അല്ലെ കൃഷിസ്ഥലത്ത് വല്ല കുഴപ്പമുണ്ടായോ? ഞാൻ കൊണ്ടുവരുന്ന വിളിച്ച നിങ്ങളുടെ ഒന്നും സ്നേഹം കിട്ടാനില്ല. ഒരു യോഗ്യത എനിക്കില്ല. ഞാൻ ചെറ്റിയ. എടാ നീ ഒന്ന് മനസ്സിലാവുന്ന ഭാഷ പറ. ഞാൻ ഇതുവരെ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ കർത്താവ് എനിക്ക് തന്നു. സ്നേഹമുള്ള ഒരു വാക്ക് ഞാൻ കേട്ടില്ല. അവരെ ഞാൻ അനുസരിച്ചില്ല. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയത്. എടാ എന്നതാടാ നീ പറയുന്നേ? എന്നതാ എന്നാ 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 ഉണ്ടായി പറ. നീ ചീട്ടിട്ട് ആമാ ചീട്ട് പോണങ്ക. അത് തന്നെ ഞാനും പറഞ്ഞ ചീട്ടറാ. എനിക്കും ചീട്ടട്. കടം പറഞ്ഞുള്ള കളി നിർത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെ? എന്റെ കാശ് ഇവിടെ അടിച്ചെടുത്തും മറ്റേ ചീട്ടറാ. സൗകര്യമില്ല. സൗകര്യം ഇല്ല. എടോ മാഷേ, തന്റെ കാശ് ഞങ്ങൾ ആരും അടിച്ചെടുത്തിട്ടില്ല. താൻ കളി തോറ്റപ്പോ കാശ് പോയി. ചുമ്മാ കടന്ന് വെള്ളം വെക്കാതെ ഞാൻ സ്ഥലം വിടാൻ നോക്ക്. ഈ മൈക്കലിനൊരുത്തിന്റെ ഓശാരൊന്നും വേണ്ട. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് നിന്റെയൊക്കെ കട ഞാൻ വീട്ടിൽ കൂടാ. എന്നാ താനിപ്പോ പോ. നാളെ നേരം വെളുക്കുമ്പോ വന്ന് കളിച്ചാ മതി. അല്ലേ? അങ്ങനെ എനിക്ക് ചീട്ടിടാണ്ട് ഇവിടെ ഒരുത്തരം കളിക്കേണ്ടതാ പന്നി. എന്റെ കാശ് മുഴുവൻ കള്ളക്കളി കളിച്ച് തട്ടിയെടുത്ത് ചെല്ലെ കളിപ്പിക്കാലെന്ന് നിന്നോടൊന്ന് ദൈവം പൊറുക്കണം പട്ടി. കളി എന്നെ പഠിപ്പിക്കണം. എനിക്ക് പുല്ലാടാ കാശ്. പുല്ല് കാണിച്ചു തരാടാ നിന്നെ ഞാൻ. വാങ്ങി നീ പൊക്കോ, ഞാൻ വന്നേക്കാം. അവന്മാരെന്നെ ചതിച്ചാടി. അങ്ങോട്ട് നടക്കാനാ പറഞ്ഞ. ഓരോരോ വേണ്ടാതെ നിങ്ങൾ കാണിച്ചു എത്ര പറഞ്ഞാൽ ഇറ്റാനും മനസ്സിലാവില്ലെന്ന് വെച്ചാ. എന്നാ നീ പറയുന്നേ? അവന്മാരെ അങ്ങനെ വിട്ടാ പറ്റുകയല്ല. എന്റെ കാശ് പോയെങ്കിൽ നന്നായി പോയി. ആരെങ്കിലും നിർബന്ധിച്ച കള്ളു കുടിക്കാനും ചീട്ട് കളിക്കാനും ബോധമില്ലാതെ ചീട്ട് കളിച്ച കാശ് പോവും.